മൂല്യമുള്ളതും അസാധ്യവുമായ ഒരു കാര്യം നാം നേടിയെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. തോറ്റുപോകുന്നത് നാണക്കേടാണ് എന്ന ചിന്തയാണ് പലരെയും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്നത്. തെറ്റുകൾ ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ തെറ്റ് വരുത്തുന്നതിലല്ല, ചെയ്ത തെറ്റിന് ധാർഷ്ട്യവും സ്വാധീനവും ഉപയോഗിച്ച് ന്യായീകരിക്കുന്നതാണ് വലിയ തെറ്റ്. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ടാവും. അവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ജീവിക്കാൻ വേണ്ടി എത്ര വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും വേഷം കെട്ടരുത്. പരസ്പരം തമ്മിൽ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയാൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ സ്വർഗം ഭൂമിയിലില്ല. ഒന്നിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിവാഹ ജീവിതത്തേക്കാൾ വലിയ ദുരന്തവും വേറെയില്ല. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാനുള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ബന്ധങ്ങൾ എപ്പോഴും തണലാകണം. പകരം പൊള്ളുന്ന ചൂടാണ് തരുന്നതെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഉചിതം. ഓരോ ചെറു പുഞ്ചിരിക്കും ആരുടെയെങ്കിലും ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയും. ആരും സന്തോഷമായിട്ട് ജനിക്കുന്നില്ല. എന്നാൽ എല്ലാവർക്കും സ്വയം സന്തോഷിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും കഴിയും. ബുദ്ധിമാൻ ഏതൊരു തർക്കത്തെയും നിശബ്ദത കൊണ്ട് നിയന്ത്രിക്കുന്നു. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു തുടങ്ങുന്നത്. ലക്ഷ്യങ്ങൾ സംസാരിച്ചിരിക്കാനുള്ളതല്ല, അത് പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. നമ്മൾ തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ പോലും ആത്മവിശ്വാസം കൈവിടരുത്. കഴിഞ്ഞതൊക്കെ ഒരു അത്ഭുതമായി തോന്നുന്ന വിധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കുന്നത്. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴി തിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെ ഉണ്ടാകൂ. നിങ്ങൾക്ക് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആണെങ്കിൽ അവരെ സഹായിക്കുക. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം നിങ്ങളിലൂടെയാകാം ചിലപ്പോൾ ഉത്തരം നൽകുന്നത്. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് തീർച്ചയായും നിങ്ങളോട് തുറന്നു പറയും. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് എല്ലായ്പ്പോഴും മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആത്മധൈര്യവും കൂടി അതിന് ആവശ്യമാണ്. ഒരു വാക്കായാലും ഒരു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റി വയ്ക്കാതിരിക്കുക. പിന്നീട് കൊടുക്കാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടായിരിക്കണമെന്നില്ല. ജീവിതമാണ്. തോൽക്കപ്പെടും, ചതിക്കപ്പെടും, പുച്ഛിക്കപ്പെടും. ചെയ്യുന്നത് ശരിയാണെങ്കിൽ വിജയം ഒരു നാൾ നമ്മെ തേടി വരും. ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ.